اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അത്ഭുതം കൊണ്ട് നിറച്ച ഒരു സാധനമാണ് ഒരു മനുഷ്യന്റെ ശരീരം. ലാഹിരിയായ നിലക്കായാലും ബാത്തുനിയായ നിലക്കാണെങ്കിലും അമൂല്യമായ രത്നങ്ങൾ അല്ലാഹു തആല ഫിറ്റ് ചെയ്ത ഒന്നാണ് മനുഷ്യ ശരീരം. അബ്ദുറഹ്മാൻ സുഫൂരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന് 360 കെണുപ്പുകളുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന് ഏതെങ്കിലും നിലക്കുള്ള ശാരീരികമോ മാനസികമോ ആയ എന്തെങ്കിലും പ്രയാസങ്ങൾ അലട്ടുമ്പോൾ ഈ 360 കെണുപ്പുകളും അവന് തസ്ബീഹ് ചൊല്ലുന്ന, അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങളാകുന്ന ആളുകള് ബലാഇനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അള്ളാഹു നൽകുന്ന ബലാഹുകളൊക്കെ അതൊരു പ്രണയനാഥൻ നമുക്ക് നൽകുന്ന ഒരു പൂച്ചണ്ടായിട്ടാണ് അവരൊക്കെ കരുതിയിരുന്നത്. അപ്പൊ ഒരു മനുഷ്യന് 360 കെണുപ്പുകളുണ്ട്. ആ 360 കെണുപ്പുകളും മഹാന്മാരാകുന്ന ആളുകൾ 360 അരുവികളോടാണ് അതിനെ തസ്ബീഹാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹ് എന്ന ദിക്ർ പറയുമ്പോൾ ഈ 360 കെണുപ്പുകളിലും അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും നൂറ് നിറയുകയാണ്. ഈ 360 അരുവികൾ പിന്നെ ഒലിച്ചു പോകുന്നത് 28 നദികളിലേക്കാണ്. ഈ 360 കെണുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കെണുപ്പുകൾ 28 തസൗഫിയായ കണക്ക് പ്രകാരം. 28 കെണുപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കെണുപ്പുകൾ ഉള്ളത്. അറബി അക്ഷരമാല എത്രണ്ണാണ്? അറബി അക്ഷരങ്ങൾ എത്രണ്ണ? 28. ഹംസയും അലിഫും വേറെ വേറെ കൂട്ടുകയാണെങ്കിൽ 29. ഒന്നായി കൂട്ടിക്കഴിഞ്ഞാൽ 28 അക്ഷരങ്ങളാണ് അറബി അക്ഷരങ്ങൾ. ഈ 28 കെണുപ്പുകളിലും അല്ലാഹു തആല ഈ 28 അക്ഷരങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ നാവിലാണ് അലിഫുള്ളത്, അതുപോലെ കണ്ണിലാണ് ഐനുള്ളത്, കാതില് വേറൊന്ന്. അങ്ങനെ ഓരോരോ ശാരീരികമായ ഒരു മനുഷ്യനുള്ള ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ അല്ലാഹു തആല അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ 360 കെണുപ്പുകളിൽ നിന്നും ഒഴുകുന്നതായ ജലാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും നൂറാനിയത്ത്, ഈ 28 അക്ഷരങ്ങളാകുന്ന നൂറാനിയത്തിന്റെ പുഴകളിലേക്കാണ് എന്ത് ചെയ്യണത്? ഒലിക്കുന്നത്. ഈ 360 കെണുപ്പുകളിൽ നിന്ന് വരുന്ന അള്ളാഹുവിന്റെ നൂറാനിയത്തുകൾ ഈ 28 കെണുപ്പുകളാകുന്ന പുഴകളിലേക്കാണ് ഒഴുകുന്നത്. ഒരാള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 28 കെണുപ്പുകളും എന്ത് ചെയ്യാണ്? ഞാനിപ്പോ ചൊല്ലിയതിൽ അലിഫ് ഉണ്ടാകുമ്പോ ആ നാവിൽ ഒരു പ്രകാശം വരും. ഞാൻ ചൊല്ലിയതിൽ ബിസ്മിൽ ബാ ഉണ്ടാകുമ്പോ ഒരവയവം പ്രകാശിക്കും. അങ്ങനെ ഈ 28
പുഴകളും നൂറാനിയത്ത് കൊണ്ട് നിറയുമ്പോ അത് പിന്നെ ചെന്ന് ചേരുന്നത് 7 കടലുകളിലേക്കാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ അല്ലാഹു തആല 7 കടൽ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മളെ തുപ്പുനീര്, കണ്ണുനീര്, അതുപോലെ തന്നെ മൂക്കിലെ ജലം, ചെവിയിലെ ജലം, ഇന്ദ്രിയം, അതുപോലെ രക്തം, ഇങ്ങനെ 7 സമുദ്രങ്ങളിലേക്കാണ് ഈ 28 പുഴകളും ഒഴുകുന്നത്. ഈ 7 സമുദ്രങ്ങൾ എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ തുപ്പുനീരിലേക്ക് അള്ളാന്റെ റസൂൽ തുപ്പിക്കൊടുത്തു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ തുപ്പുനീരാകുന്ന കടലിലേക്ക് ഏതാണോ കടലിന്റെ ഉത്ഭവം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ കടലിൽ നിന്നും ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ തുപ്പുനീരാകുന്ന കടലിലേക്ക് അങ്ങ് തുപ്പിക്കൊടുത്തു. ഹയ്യായോൻ ബഗ്ദാദിന്ന് ഹമീദർ തുഫി കൊടുത്ത്, ഹൈദറും തുഫി കൊടുത്ത്, ഹാക്കിം വോലി മുഹ്യിദ്ദീനെ എന്ന് പറയുന്നുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഅരിഫത്തിന്റെ ആ സമുദ്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ വായിലേക്ക് അങ്ങ് തുപ്പിക്കൊടുത്തപ്പോ ആ നൂറാകുന്ന ആ ജലം അത് ഗൗസുൽ ആലമിന്റെ മൂക്കിലെ ജലത്തിലേക്കും ചെവിയിലെ ജലത്തിലേക്കും കണ്ണുനീരിലേക്കും രക്തത്തിലേക്കും ഇന്ദ്രിയത്തിലേക്കും അതുപോലെ ശരീരത്തിൽ ഏതൊക്കെ ഉണ്ടോ, മൂത്രമുണ്ടോ, ഏതൊക്കെ വെള്ളങ്ങളുണ്ടോ അതിലേക്ക് മുഴുവൻ അങ്ങത് ഒഴുകി. പിന്നെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം വഅദ് പറഞ്ഞാൽ അവരുടെ വഅലാൽ പലരും ചാകുന്നോവർ. ഗൗസുൽ ആലം ഒരു വഅദ് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങിയിട്ട് മനുഷ്യന്മാര് മരണപ്പെട്ടു പോകുമായിരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. ബഹജത്തുൽ അസ്റാർ പോലത്തെ കിതാബുകളൊക്കെ ഉണ്ട്. അത്രമാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു നസീഹത്തിലേക്ക് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം എത്തി. അപ്പൊ ഈ 360 കിണപ്പുകളാകുന്ന അരുവികളിൽ നിന്നും 28 കിണപ്പുകളാകുന്ന പുഴകളിലേക്ക് എത്തി. ആ പുഴകളിൽ നിന്നും ഈ 7 സമുദ്രങ്ങളിലേക്ക് അത് ചെന്ന് ചേരുകയാണ്. ഈ 7 സമുദ്രത്തിന്റെ ശാരീരികമായ വശമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ബാത്തിനിയായിട്ട് 7 നദികളുണ്ട്. നഫ്സ്, ഖൽബ്, റൂഹ്, സിർറ്, ഖഫിയ്, അഖ്ഫ, ലതായിഫ്, അന. ഇങ്ങനെ 7 ബാത്തുനിയായ സമുദ്രങ്ങളുണ്ട്. ഈ 7 സമുദ്രങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അവന്റെ മുമ്പിൽ 7 ആകാശങ്ങളെ, 7 അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ആലമുൻ നാസൂത്ത് മുതൽ ആലമുൽ ലാഹൂത്ത് വരെയുള്ളതായ 7 ലോകങ്ങളുണ്ട്. ആ ലോകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് തുറന്നു തരും. ഒരു യഥാർത്ഥ സാലിക്കായ ഒരു മുറബ്ബിയായ ഷെയ്ഖിൽ നിന്ന് അമല് വാങ്ങിയ ഒരു യഥാർത്ഥ മുരീദ് അവന് ഒരു സുജൂദ് അങ്ങ് ചെയ്യുമ്പോ സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ എത്രണ്ണ? 7 എണ്ണാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിൽ ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, അള്ളാഹുവിനോട് വല്ലാതെ അടുക്കുന്നത് അവന്റെ സുജൂദിന്റെ വേളയിലാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാരണം? സുജൂദിൽ വെക്കേണ്ട 7 അവയവങ്ങളുണ്ട്. ആ 7 അവയവങ്ങൾ അങ്ങ് വെക്കുമ്പോ ഏറ്റവും സുന്ദരമായ ലതായിഫ് അനയുടെ മക്കാം ഈ മക്കാമാണ്. ആ മക്കാമ് സുജൂദിലേക്ക് അങ്ങ് വെക്കുമ്പോ അവന്റെ 7 കടലുകളും ശാരീരികവും ബാത്തിനിയുമായ 7 കടലുകളും അങ്ങ് പ്രകാശിക്കുകയാണ്. ആ സുജൂദ് ഇങ്ങനെ പെരുപ്പിച്ച് 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 ആ ലതായിഫ് അനങ്ങ് പൊട്ടും. ലതായിഫ് അനയുടെ ആ ഒരു സ്ഥലമങ്ങ് പൊട്ടും, ബാത്തിനിയായ നിലക്കങ്ങ് പൊട്ടും. പൊട്ടുമ്പോ പിന്നെ വാഹിദിയത്തിന്റെയും മഹദിയത്തിന്റെയും ഉന്നതമായ മക്കാമിലേക്കാണ് ഒരു യഥാർത്ഥ സാലിക്കായ ഒരു മനുഷ്യനെത്തുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ സുന്ദരമായ സഞ്ചാര ലോകങ്ങളാണ്. മഹാന്മാര് പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിന്റെ മിഴികൾ അടയുമ്പോൾ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കും.
ആ ഹൃദയത്തിന്റെ കണ്ണുകൾ കൂടി അടയുമ്പോ പിന്നെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, ശാരീരികമായ കാഴ്ചകളല്ല, വെറും ബാത്തുനിയായ അവന്റെ റൂഹ് കൊണ്ടുള്ള കാഴ്ചകളുണ്ട്. അമൂല്യമായ വളരെ രസകരമായ സുന്ദരമായ യാത്രകൾ. ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സിൽ നമുക്കതിനെ കുറിച്ചൊക്കെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം അത്ഭുതങ്ങൾ അള്ളാഹു തആല വെച്ചിട്ടുണ്ട് എന്ന് മുഅ്മിനായ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായി അറിയുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.